everyone, welcome to Eduport. എല്ലാവർക്കും മക്കളെ Eduport +2 Commerce and Humanities ചാനലിലേക്ക് സ്വാഗതം. യെസ്, അങ്ങനെ നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് ഡേറ്റ് വന്നു. നിങ്ങൾ കുറച്ച് ആളുകളൊക്കെ ഇംപ്രൂവ്മെൻറ്റിന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നത്, സോ അതിന് കിട്ടിയ മാർക്ക് എത്രയാണ്. അതേപോലെ ഹിസ്റ്ററി ഇംപ്രൂവ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട്, അവരും കൂടി എന്ത് ചെയ്യുക, സാർ ഞാൻ ഹിസ്റ്ററി ചെയ്യുന്നത്, ആ കാര്യം കൂടി എന്ത് ചെയ്യുമെന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് എനിക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങളുടെ ഒരുപാട് തവണത്തെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 6 മാർക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ 6 മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ പോക്കറ്റിലാക്കാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട്. സോ റെഡി അല്ല മക്കളെ? സോ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം, നിങ്ങൾ കുറച്ച് നേരം ഞാൻ +1 കൊണ്ടുപോവാണ്. സോ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള ടോപ്പിക്കിൽ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓസ്ട്രലോപിത്തേക്കസ് ആൻഡ് ഹോമോ. ഓസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം മക്കളെ പഠിച്ചെടുക്കണം. ഓസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ അങ്ങോട്ടേക്ക് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. യെസ്, എന്താണ് ഓസ്ട്രൽ എന്ന് പറഞ്ഞിട്ടുള്ളത്? എന്താ, ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്താ, സദേൺ. പിത്തേക്കസ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രീക്ക് വേർഡ്. അതിൻ്റെ മീനിങ് എന്താ, ഏപ്പ്. അതായത് ദക്ഷിണദേശത്തെ വാനരൻ അല്ലെങ്കിൽ സദേൺ ഏപ്പ് അല്ലെങ്കിൽ തെക്കൻ കുരങ്ങി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഓസ്ട്രലോപിത്തേക്കസ് ആണ്. ഓസ്ട്രലോപിത്തേക്കസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ, ദക്ഷിണദേശത്തെ വാനരൻ അഥവാ സദേൺ ഏപ്പ് അല്ലെങ്കിൽ തെക്കൻ കുരങ്ങ് എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ഹോമോ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ, മാൻ അഥവാ മനുഷ്യൻ എന്നാണ്. ഇനി നമ്മൾ ഓസ്ട്രലോപിത്തേക്കസ് നോക്കുകയാണെങ്കിൽ സ്മോൾ ബ്രെയിൻ സൈസിൽ എന്താണ്, ചെറിയ മസ്തിഷ്കമാണ്. ഹെവിയർ ജോസ്, വലിയ ഉന്തിയ താടിയലാണ്. ലാർജർ ടീത്ത്, വലിയ പല്ലുകൾ. ഇതൊക്കെ ആരുടെ സവിശേഷതയാണ്? ഓസ്ട്രലോപിത്തേക്കസ്. എന്നാൽ നമ്മൾ ഹോമോയിലേക്ക് വരികയാണെങ്കിൽ എന്താ, ലാർജർ ബ്രെയിനിൽ എന്താണ്, വലിയ മസ്തിഷ്കം ഉണ്ട് അല്ലേ. ഓസ്ട്രലോപിത്തേക്കസ് എന്താ, സ്മോളർ ബ്രെയിൻ അഥവാ ചെറിയ മസ്തിഷ്കമാണ്. ഓസ്ട്രലോപിത്തേക്കസ് എന്താണ്, സ്മോളർ ബ്രെയിൻ, ചെറിയ മസ്തിഷ്കമാണ്. എന്നാൽ ഹോമോക്ക് എന്താണ്, ലാർജർ ബ്രെയിൻ, വലിയ മസ്തിഷ്കമാണ്. ജോസ് വിത്ത് റെഡ്യൂസ്ഡ് ഔട്ട്വേർഡ് ഫ്രസ്ട്രേഷൻ അല്ലേ. അതായത് എന്താണ്, കുറച്ചും കൂടി ഉന്തിയ നല്ല രീതിയിൽ നിൽക്കുന്ന താടിയല്ല. സ്മോൾ ടീത്ത്, ചെറിയ പല്ലാണ്. പിന്നെ ഈ ഓസ്ട്രലോപിത്തേക്കസിന്റെ ഫോസിൽ കിട്ടിയത് എവിടെയാണ്? ഓൾദുവൈ ഗോസ് ഇൻ ഈസ്റ്റ് ആഫ്രിക്ക അഥവാ ടാൻസാനിയ. അവിടെ നിന്നാണ് എന്ത് കിട്ടിയത്, ഓസ്ട്രലോപിത്തേക്കസിന്റെ എന്ത് കിട്ടിയിട്ടുള്ളത്, ഫോസിൽ. പിന്നെ ഇവരെന്താണ്, വനവാസികളായിരുന്നു. എന്നാൽ ഇവരെന്താണ്, നമ്മുടെ ഹോമോ എവിടെയായിരുന്നു, പുൽമേടുകളിൽ താമസിച്ചു. ഇത് മക്കളെ പഠിച്ചു വെക്കണം, ഇംപ്രൂവ്മെന്റിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏർലിയസ്റ്റ് ടൂൾ മേക്കേഴ്സ്, ആദ്യകാല പണിയായുധ നിർമ്മാതാക്കൾ. ഏർലിയസ്റ്റ് ടൂൾ മേക്കേഴ്സ്, ആദ്യകാല പണിയായുധ നിർമ്മാതാക്കൾ ആരാണ്? ഓസ്ട്രലോപിത്തേക്കസ് ആണ്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം കേട്ടോ. ഇനി ഈ ടൈപ്സ് ഓഫ് ഹോമോ, ഇതൊന്ന് 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓർത്ത് വെക്കുക. ഹബിലിസ്, ഹോമോ ഹബിലിസിനെ വിളിക്കുന്ന പേരാണെന്ത്, ടൂൾ മേക്കേഴ്സ് അഥവാ പണിയായുധ നിർമ്മാതാക്കൾ. കൺഫ്യൂസ്ഡ് ആവരുത്. ഓസ്ട്രലോപിത്തേക്കസ് എന്താ, ഏർലിയസ്റ്റ് ടൂൾ മേക്കേഴ്സ്, ആദ്യകാല പണിയായുധ നിർമ്മാതാക്കളാണെങ്കിൽ ടൂൾ മേക്കേഴ്സ് അഥവാ പണിയായുധ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഉപകരണ നിർമ്മാതാക്കൾ വിളിക്കുന്നത് ആരെയാണ്? ഹോമോ ഹാബിലിസ് ആണ്. അവരുടെ ഫോസിൽ കിട്ടിയ സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യാം, നോക്കുക. ഹോമോ ഇറക്റ്റസ് ഉണ്ട്, നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ. അതേപോലെ ഹോമോ സാപ്പിയൻസ് ഉണ്ട്, വൈസ് മാൻ, ബുദ്ധിയുള്ള മനുഷ്യൻ. ഈ ഓരോ മീനിങ്ങും അതും ഓർത്ത് വെക്കണം. അത് 1 വേർഡൊക്കെ ചോദിക്കാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ടോപ്പിക്കാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമിനിഡ്സ് ആൻഡ് ഹൊമിനോയിഡ്സ്. എന്താണ് ഹൊമിനോയിഡുകളുടെ പ്രത്യേകത? സ്മോളർ ബ്രെയിനിലെ ചെറിയ തലച്ചോറാണ്. ആൻഡ് എന്താണ്, ലാർജർ ബോഡി, വലിയ ശരീരമാണ്. സബ് ഗ്രൂപ്പ് ഓഫ് പ്രിമേറ്റ്സ്, പ്രിമേറ്റ്സുകളുടെ ഉപവിഭാഗമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ദ ഡു നോട്ട് ഹാവ് എ ടെയിൽ, വാലില്ലാത്തവരായിരുന്നു ആര്, ഹോമിനോയിഡ്സ്. ആൻഡ് കോഡ്പേഡ്സ് ആണ്, 4 കാലുകളായിരുന്നു ആര്, ഹോമിനോയിഡ്സ്. അതേപോലെ ഇവർക്ക് എന്താ, സ്പെഷ്യലൈസേഷൻ ഓഫ് ഹാൻഡ്സ്, കൈകൾക്ക് വഴക്കമോ വൈദഗ്ധ്യമോ ഇല്ലാത്ത ആളുകളായിരുന്നു ആര്, ഇവർ. ഈ പ്രത്യേകത ആരുതാണ്, ഹോമിനോയിഡുകളുടെ. ഹോമിനിഡ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അപ്രൈറ്റ് പോസ്ചർ അല്ലേ, എന്താണ്, നിവർന്നു നിൽക്കാൻ പറ്റും. ലാർജർ ബ്രെയിൻ, വലിയ തലച്ചോറാണ്. ബൈപ്പഡൽ ലോക്കോമോഷൻ, നിവർന്നു നിൽക്കാൻ പറ്റുന്ന ഇരുകാലികളായിരുന്നു ആര്, ഹോമിനിഡ്സ്. ആൻഡ് സ്പെഷ്യലൈസേഷൻ ഓഫ് ഹാൻഡ്, കൈകൾക്ക് വഴക്കവും വൈദഗ്ധ്യവും ഉണ്ട്. അപ്പോൾ ഹോമിനോയിഡ്സും ഹോമിനിഡ്സും തമ്മിലുള്ള വ്യത്യാസവും ഓസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസവും ടൈപ്സ് ഓഫ് ഹോമോയും, ഇത് 3 മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇത് 3 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 6 മാർക്കിന് കേട്ടോ. സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്ക് ആയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ആൻസർ, ഇത് രണ്ടും ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇത് രണ്ടും എന്താണ്, ഹോംവർക്ക് ആണ്. ഇത് രണ്ടിൻ്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക,
ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. കാരണം നിങ്ങൾ പഠിച്ചോന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. സോ അതേപോലെ നിങ്ങൾക്ക് എഡ്യൂപോർട്ടിനോട് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എഡ്യൂപോർട്ടിൽ നിന്ന് അറിയാനുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഒന്ന് വീഡിയോ ഷെയർ ചെയ്തെടുത്തിട്ട് ഒന്ന് സെറ്റാകട്ടെ. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടേക്ക് എത്തി നമുക്കിവിടെ ചിൽച്ചുണ്ട് ഒരുപാട് പരിപാടികൾ നിങ്ങളെ കാത്തുന്നുണ്ട്. നമ്മുടെ ഗിവ് അവേയുടെ കാര്യം മറന്നു പോകണ്ട. 25K ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു ഗിവ് അവേ തരുന്നുണ്ട്. അതും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും പറയാനുള്ള കാര്യങ്ങളൊക്കെ മക്കളെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.